ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ചുറ്റിപ്പറ്റിയുള്ള ഡൽഹി മദ്യനയ കേസ് കുറച്ചു കാലമായി സൂക്ഷ്മ പരിശോധനയിലാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയെ കൂട്ടുപ്രതിയാക്കാനുള്ള തീരുമാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ അറിയിച്ചു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയുടെ വാദത്തിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ നിലപാടറിയിച്ചത്. ഹർജിക്കാരനായ അരവിന്ദ് കെജ്രിവാൾ 100 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ SV രാജു കോടതിയെ അറിയിച്ചു. AAPയെ ഈ കേസിൽ പ്രതിയാക്കും. കേജ്രിവാൾ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചതിന് തെളിവുണ്ടെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞു. ED അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്ത് കേജ്രിവാൾ സമർപ്പിച്ച ഹർജി വ്യാഴാഴ്ച സുപ്രീം കോടതിയിൽ അന്തിമവാദം കേൾക്കും. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിഞ്ഞ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ജൂൺ 1 വരെയാണ് ജാമ്യം അനുവദിച്ചിരുന്നത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് ജൂൺ 1 വരെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. വിശദവാദം നടന്ന കേസിൽ ജാമ്യം നൽകാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നതാണ്. അസാധാരണ കേസിൽ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിക്കുന്നതെന്നായിരുന്നു സുപ്രീം കോടതി അന്ന് നിലപാടെടുത്തത്. കേജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന EDയുടെ വാദത്തിനേറ്റ തിരിച്ചടിയായിരുന്നു കോടതിയുടെ വിധി. 21 ദിവസത്തേക്കായിരുന്നു അന്ന് ജാമ്യം അനുവദിച്ചത്. ഇടക്കാല ജാമ്യം അനുവദിച്ചാലും ഭരണപരമായ ചുമതലകൾ നിർവഹിക്കരുതെന്ന് നേരത്തെ കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് കേജ്രിവാളിനോട് ആവശ്യപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക മൗലിക അവകാശമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യത്തെ ED ശക്തമായി അന്ന് എതിർത്തിരുന്നു. ഇടക്കാല ജാമ്യം നൽകുന്നത് തടയാനായി അന്നേ ദിവസം രാവിലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കോടതിയിൽ കുറ്റപത്രവും നൽകിയിരുന്നു. ഇടക്കാല ജാമ്യം നൽകിയാൽ തിരഞ്ഞെടുപ്പിന്റെ പേരിൽ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ രാഷ്ട്രീയക്കാർക്ക് സാഹചര്യമൊരുക്കുകയാണ് ചെയ്യുന്നതെന്നും ED വാദമുന്നയിച്ചിരുന്നു. EDയുടെ പല വാദങ്ങളും തള്ളിയായിരുന്നു കോടതി അന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. മാർച്ച് 21-നാണ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. അന്നു മുതലാണ് ആം ആദ്മിയുടെ കഷ്ടകാലം ആരംഭിച്ചതും. എന്തായാലും ഇപ്പോഴത്തെ EDയുടെ നിലപാടും ആം ആദ്മിയെയും കേജ്രിവാളിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്.